Hi students, we are moving on to our next portion, International Financial Markets. International Financial Markets എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നടക്കുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണെങ്കിലോ അവിടെ ഫണ്ടിൻ്റെ ട്രാൻസ്ഫർ, ക്യാഷിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുക. ലെൻഡർ ഉണ്ടാവും, ബോറോവർ ഉണ്ടാവും, രണ്ട് പാർട്ടീസിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടാക്കുക ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ദെൻ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ തന്നെ രണ്ട് കൺട്രികൾ തമ്മിലാകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. വെൻ ഫണ്ട് ഫ്ലോസ് അക്രോസ് നാഷണൽ ബൗണ്ടറീസ് we are calling this type of transaction as international financial markets. അപ്പം ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് നാഷണൽ ബൗണ്ടറി കഴിഞ്ഞ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്താണ്? നമ്മുടെ സാധാരണ നമ്മൾ പറയാറുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് പോലെ തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ട്രാൻസാക്ഷൻ ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ടു കൺട്രീസ്. സോ വി ക്യാൻ സീ ഇൻ ഡീറ്റെയിൽ what is the meaning of international financial marketing. അപ്പം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി, രണ്ട് കൺട്രികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ ഇൻ്റർനാഷണൽ എന്ന് പറയും. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും. അവിടെയും എന്തിൻ്റെയൊക്കെ ട്രാൻസ്ഫർ തന്നെയാണ് നടക്കുന്നത്? മണി, സ്റ്റോക്ക്, ബോണ്ട്, കറൻസീസ്, കമ്മോഡിറ്റീസ്, ഡെറിവേറ്റീവ്സ് ഒക്കെ തന്നെയാണ് അവിടെയും ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ദ ട്രാൻസാക്ഷൻ ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ടു കൺട്രീസ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇസ് വേൾഡ് വൈഡ് മാർക്കറ്റ് പ്ലേസ് ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ട്രേഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട്, കറൻസീസ്, കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് across national borders. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ബിറ്റ്വീൻ ടു കൺട്രീസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് മാത്രം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ കമ്പനി അവിടെ പോയി ഡീൽ ചെയ്യുമ്പോൾ അതെന്തായി? ഇൻ്റർനാഷണലായി. ഓക്കെ, so we can see what are the motives that is driving for this internationalization. Okay, first one is differences in interest rate. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ അതിൽ തന്നെയും എന്താണ്? റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിലല്ല, ആ ഒരു സ്റ്റോക്ക് റേറ്റിൽ ഷെയറിൻ്റെ വിലയിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, NSE, BSE രണ്ടിൽ തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുന്നവരാണ് നമ്മൾ ആർബിട്രേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആകുമ്പം അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. വിനോ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, കറൻസിയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്. അതുപോലെ തന്നെ സ്റ്റോക്കിലും ഈ പറയുന്ന പോലെ തന്നെ എക്സ്ചേഞ്ച് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയാകാം അതിൽ ട്രേഡ് ചെയ്യുന്നത്. ദെൻ ഇൻ്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പം ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ബ്രാഞ്ചസ് ഇൻ 3 or more countries. അപ്പോൾ അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവശ്യത്തിനായിരിക്കാം. അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, നമുക്ക് എക്കണോമിക് ഗ്രോത്ത് വേണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആകാം. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് പേടിച്ചിട്ടായിരിക്കാം ഏതെങ്കിലും ഒരു ഗ്ലോബൽ കറൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് കൺട്രീസ് തമ്മിൽ ട്രേഡ് എഗ്രിമെൻറ്റ് വെക്കുകയാണ്, പക്ഷേ ആ രണ്ട് കൺട്രിയിലെയും കറൻസി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവരെന്താ ഒരു ഇൻ്റർനാഷണൽ കറൻസിയിലേക്ക് അവർ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ആവശ്യകത വരുന്നത്. സോ നമ്മൾ മോട്ടീവ്സ് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഴ്സസ് ആണ്. സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ഫണ്ട്സ്. ഈ ഫണ്ട്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരുന്നത്? അപ്പോൾ ഇത് പ്രൊവൈഡേഴ്സും സീക്കേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. സോ വി ക്യാൻ സീ വാട്ട് ആർ ദ ഏജൻസീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ആർ പ്രൊവൈഡിങ് ദിസ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. സോ ഫസ്റ്റ് വൺ ഇസ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓർ ഏജൻസീസ്. അപ്പം മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്രോസ് ദ വേൾഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പറയുന്നത്. അപ്പോൾ സാധാരണ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ബാങ്ക്സ് ഉണ്ട്, പക്ഷേ അത് ഇന്ത്യയിലുള്ളതിനാണ് കൂടുതലും അവർ ഫിനാൻസ് കൊടുക്കുക. അതേപോലെ വേൾഡ് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്. നമ്മുടെ വേൾഡ് ബാങ്ക്, IBRD എന്ന് പറയുന്ന വേൾഡ് ബാങ്ക്
ഉണ്ട്. അതേപോലെ തന്നെ ഏജൻസീസ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് ഏജൻസീസ്. അപ്പം വേൾഡ് ലെവലിലുള്ള ബാങ്കുകളും അതേപോലത്തെ ഫിനാൻഷ്യൽ ഏജൻസീസും. ദെൻ സെക്കൻഡ് വൺ ഗവൺമെൻറ്റൽ ഏജൻസീസ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഏജൻസീസ്. ദെൻ ഇൻ്റർനാഷണൽ ബാങ്ക്സ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയാണ്. ഇപ്പം ഇത് 4 കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെ ബാങ്ക്, ഗവൺമെൻറ്, ദെൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്. 3 കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഇൻ്റർനാഷണലി ഫിനാൻസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് വിച്ച് happens the exchange of foreign currencies. ഫോറിൻ കറൻസികളുടെ എക്സ്ചേഞ്ച് നടക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫോറിൻ കറൻസീൻ്റെ എക്സ്ചേഞ്ചസ് നടക്കുന്നത്? ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷനിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഡീൽ ചെയ്യുന്നത്? നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ് ഡീൽ ചെയ്യുന്നത്? സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. അതേപോലെ ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എന്താണ് ഡീൽ ചെയ്യുന്നത്? കറൻസീസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറൻസീസ്, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഡിഫറൻസസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ the foreign exchange market facilitate international trade and international transactions. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പ്രോസ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇന്റർനാഷണലി റിക്വയർസ് ദ യൂസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫോർ കൺവേർഷൻ ഓഫ് കറൻസീസ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി, ദാറ്റ് ഈസ് ഒരു മൾട്ടിനാഷണൽ കമ്പനി സംബന്ധിച്ച് അവർക്ക് കറൻസികൾ, ഒരു നേഷൻ്റെ മാത്രം കറൻസീസ് പോരാ, അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറൻസീസ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകൾ അത്യാവശ്യമാണ്. സെക്കൻഡ് വൺ ഇസ് എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ബോണ്ട് മാർക്കറ്റ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ബോണ്ട് മാർക്കറ്റ്. ഇപ്പം കമ്പനികൾക്ക് ലോങ് ടേം ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോറിൻ കറൻസീസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബോണ്ട് മാർക്കറ്റ്. ആൻഡ് മെയിൻലി ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റിലുള്ളത് ഫോറിൻ ബോണ്ട്സും യൂറോ ബോണ്ട്സും ആണുള്ളത്. 2 ബോണ്ടുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അത് ബോണ്ട്സ്, ഇൻ്റർനാഷണൽ ബോണ്ട്സ് ഓൾസോ ഇൻക്ലൂഡ്സ് ഏതൊക്കെ ബോണ്ട്സാണ് ഉള്ളത്? സ്ട്രേറ്റ് ബോണ്ട്സ്, ഗ്ലോബൽ ബോണ്ട്സ്, ഫ്ലോട്ടിംഗ് റേറ്റ് നോട്ട്സ്, കൺവെർട്ടബിൾ ബോണ്ട്സ്, കോക്ടെയിൽ ബോണ്ട്സ്, അങ്ങനെ പല തരത്തിലുള്ള ബോണ്ട്സ് ഉണ്ട്. എങ്കിലും നമ്മൾ മെയിൻലി അതിനെ ഫോറിൻ ബോണ്ട്സ് ആൻഡ് യൂറോ ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാർക്കറ്റ് വെയർ ഇൻ്റർനാഷണൽ ബോണ്ട്സ് ആർ ബോട്ട്സ് ആൻഡ് സോൾഡ്. ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിബഞ്ചറിനെയാണ് നമ്മൾ വെസ്റ്റേണിലേക്ക് പോകുമ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ഡിബഞ്ചർ. അപ്പോൾ അവിടെ സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് ഷെയർ എന്ന് പറയുന്നില്ല, സ്റ്റോക്കാണ് ഇവിടെ ബോണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഇസ് ദ എക്സാക്ട് ഇക്വിറ്റി മാർക്കറ്റ്. നമ്മൾ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. ബോണ്ട് മാർക്കറ്റ് ആക്ച്വൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, അവിടെ ബോണ്ടുകളാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഫോറിൻ കൺവെർട്ടബിൾ കറൻസി ബോണ്ട്സ്, അമേരിക്കൻ ബോണ്ട്സ്, അങ്ങനത്തെ ബോണ്ടുകളുണ്ട്. ആ ബോണ്ടുകൾ ഇക്വിറ്റിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ബോണ്ടുകളുണ്ട്, അതാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ദിസ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് ഡീൽസ് ഓൺലി വിത്ത് ദ ഷെയർസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രി ഷെയർസാണ് അവരെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഷെയറുകളായിട്ടാണ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഈ വാങ്ങിയ ഷെയറുകളും വിൽക്കുന്ന ഷെയറൊക്കെ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം ഒരു കൺട്രിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആകാം, അതേപോലെ തന്നെ ഗ്ലോബൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാകാം, ഗ്ലോബൽ ആക്സസബിളുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും. ഇപ്പം ന്യൂയോർക്കൊക്കെ പോലത്തെ അങ്ങനത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അത് ഡീൽ ചെയ്യുക. ദെൻ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ അവർക്ക് ആ ഒരു കൺട്രിയിൽ നിന്ന് അവർ റേസ് ചെയ്യാൻ വേണ്ടി നോക്കും. അതായത് ഡിഫറെൻറ്റ് നേഷനിൽ പിന്നെ ഓർഗനൈസേഷൻ, അതായത് ഡിഫറെൻറ്റ് നേഷനുകളിൽ കമ്പനീസ് ഉള്ളവരെയാണല്ലോ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്പനി, അവർക്ക് ഇന്ത്യയിൽ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഷെയർ വാങ്ങുമ്പം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു ലോക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയറുകൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. Then the shares would also be listed in trading stock exchange. ലിസ്റ്റഡ് ആയിരിക്കും. പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്തായിരിക്കും? ലിസ്റ്റഡ് ഷെയർസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഷെയർ വാങ്ങുന്നത്? അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളാകുമ്പം അവരുടെ ഷെയർസ് അവർ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ദെൻ അവർക്ക് അതെന്ത് ചെയ്യാം? വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, വേറെ കൺട്രിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അവിടെ എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഫിനാൻസിന് ആവശ്യം വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന് അതിൻ്റെ എന്ത് ചെയ്യാം? ക്യാഷ് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ
കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങാം. അങ്ങനെ സ്റ്റോക്കിൻ്റെ തന്നെ ഷെയർസിൻ്റെ തന്നെ എക്സ്ചേഞ്ച് നടത്തുന്നതാണ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. So stock exchange is for long term capital, but for the short term purpose നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് മണി മാർക്കറ്റുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. സോ ഫോർത്ത് വൺ ഇസ് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്. അപ്പോൾ അവിടെ എന്താ ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ഫണ്ടുകളാണ് അവിടെ നടക്കുന്നത്. അപ്പം ഇന്ത്യൻ മണി മാർക്കറ്റിൽ നമ്മൾ കുറേ ഷോർട്ട് ടേം ഡിവൈസസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ, ദെൻ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബില്ല്, അങ്ങനത്തെ കുറേ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിൽ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല പല ഇൻസ്ട്രുമെൻസും അവൈലബിൾ ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് കറൻസീസ്. അത് നമുക്കറിയാം അല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് കറൻസീസിലായിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫണ്ടിൻ്റെ റേസിംഗ് ഒക്കെ നടക്കുക. Okay, then international banks and financial institutions across the world are the major suppliers of funds in this market, while MNCs and government of different countries are the major users of these funds. അപ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് സാധാരണ ഫിനാൻസിങ് പോലെ തന്നെ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഗവൺമെൻറ് ആൻഡ് MNCs ആയിരിക്കും ഇത് യൂസ് ചെയ്യുക. സോ യൂറോപ്യൻ മണി മാർക്കറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്. അപ്പോൾ യൂറോപ്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മണി മാർക്കറ്റ് ആണ് മെയിൻലി ഇങ്ങനത്തെ മണി മാർക്കറ്റ് ഡീലിങ്സ് ഒക്കെ നടത്തുക. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, കുറവായിരിക്കും കേട്ടിട്ടുള്ളത്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇൻ്റർനാഷണലി ബിസിനസ്സിന് ആവശ്യം വരുന്ന ഷോർട്ട് ടേം ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. അപ്പം നമ്മൾ ലോങ് ടേമിന് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഷോർട്ട് ടേമിന് എന്ത് പറഞ്ഞു, മണി മാർക്കറ്റും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയം ടേമുകളുണ്ട്, മീഡിയം ടേം ഫണ്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ആ ട്രാൻസാക്ഷന് വേണ്ടി സപ്ലയേഴ്സിനെയും ബോറോവേഴ്സിനെയും മീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലേസ് എന്ന് നമുക്ക് എന്തിനാ പറയാം, ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റിനെ പറയാം.